ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യ കണ്ണി പിടിയിലായി. തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താനാണ് ആന്ധ്രാപ്രദേശ് അതിർത്തിയിൽ വെച്ച് പിടിയിലായത്. മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ എത്തിച്ചത് സുൽത്താൻ എന്ന് എക്സൈസ് പറയുന്നു. കേരളത്തിൽ ഇടപാട് നടത്തിയത് തസ്ലീമ വഴിയാണെന്നും എക്സൈസ് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. മനീഷ്, ഈ തസ്ലീമയുടെ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഇടപാടുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അതിന്റെ ചുരുളഴിക്കാൻ എക്സൈസ് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഭർത്താവ് പിടിയിലായതോടെ? നിലവിൽ ഈ തസ്ലീമ സുൽത്താനെയും പിടിയിലായ രണ്ടാം പ്രതി ഫിറോസും റിമാൻഡിലാണ്. പക്ഷെ ഇവരെ ചോദ്യം ചെയ്ത ഘട്ടത്തിലൊന്നും ഈ ഉറവിടത്തെ പറ്റിയുള്ള യാതൊരു സൂചനയും അന്വേഷണ സംഘത്തിന് ഇവർ കൊടുത്തിരുന്നില്ല. പക്ഷേ തസ്ലീമയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് മുൻ ഭർത്താവ് കൂടിയായിട്ടുള്ള സുൽത്താനെ പറ്റിയുള്ള വിവരങ്ങൾ ഈ എക്സൈസിൽ ലഭിച്ചത്. സുൽത്താൻ ചെന്നൈയിലെ ഒരു ഇലക്ട്രോണിക് സ്ഥാപനം നടത്തുന്ന ആളാണ്. അതിന്റെ മറവിൽ ഇയാൾക്ക് ലഹരി ഇടപാടുകളുണ്ട്, കച്ചവടമുണ്ട് എന്നുള്ളത് സംശയം എക്സൈസിന് ബലപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ അന്വേഷണത്തിലാണ് ഈ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞ് ഇയാൾ ഒളിവിൽ പോയി എന്ന് മനസ്സിലാക്കിയതോടെ ഇയാൾ ഇതിന്റെ കണ്ണിയാണ്, ഇതിന്റെ ഭാഗമാണെന്ന് എക്സൈസ് സംഘം ഉറപ്പിച്ചു. അങ്ങനെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അതിർത്തിയിൽ വെച്ചാണ് ഇന്നലെ രാത്രിയിൽ ഇയാളെ പിടികൂടി. ശരി മനീഷ്, സാങ്കേതിക പ്രശ്നമുണ്ട്, ഓഡിയോ ക്ലിയർ അല്ല. മനീഷ് മഹിപാലായിരുന്നു വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഏതായാലും തസ്ലീമയുടെ ഇടപാടുകൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ എക്സൈസിന് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഭർത്താവ് പിടിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ എക്സൈസ് സംഘത്തിന് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ സഹായകരമാകും.